IPL ഒക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ IPL-ലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻസിയിൽ നിന്ന് MS ധോണിയെ മാറ്റി സ്റ്റീവൻ സ്മിത്തിനെ ആക്കി, അതിനുള്ള കാരണങ്ങൾ എന്താണ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 2013 നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് IPL സ്പോട്ട് ഫിക്സിംഗ് നടക്കുന്നത്. സോ ഈ ഒരു സ്പോട്ട് ഫിക്സിങ്ങിൻ്റെ ഭാഗമായ 2 ടീമുകൾ എന്ന രീതിയിൽ രാജസ്ഥാൻ റോയൽസിനെയും അതുപോലെ തന്നെ CSKയും 2015 RM ലോധ കമ്മിറ്റി ബാൻ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഗുരുനാഥ് മെയ്യപ്പൻ അദ്ദേഹം ആ ഒരു സമയത്ത് CSKയുടെ ടോപ്പ് ഒഫീഷ്യലായിരുന്നു. അദ്ദേഹം ഇല്ലീഗൽ ബെറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് പ്രധാനമായിട്ടും CSK ആ ഒരു 2 സീസണിൽ നിന്ന് ബാൻ ചെയ്യാനുള്ള കാരണം. കൂടാതെ ശ്രീശാന്ത്, അജിത് ചന്ദില, അങ്കിത് ചവാൻ തുടങ്ങിയ താരങ്ങളൊക്കെ ഈ ഒരു സ്പോട്ട് ഫിക്സിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് രാജസ്ഥാനെയും 2 വർഷത്തേക്ക് ബാൻ നൽകിയത്. ഈ ഒരു ബാൻ ചെന്നൈക്കും രാജസ്ഥാനും കിട്ടുന്നത് 2015 ജൂലൈയിലാണ്. എന്തായാലും അതോടുകൂടി IPL ടീമുകളുടെ എണ്ണം 6 ആയി മാറി. അതുകൊണ്ടൊക്കെ തന്നെ അവിടെ IPL മുന്നോട്ട് പോകാനായിട്ട് 2 ടീമുകളുടെയും കൂടെ ആവശ്യം അവിടെയുണ്ട്. അപ്പോഴാണ് ഗുജറാത്ത് ലയൺസും അതുപോലെ തന്നെ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ടീമും വരുന്നത്. ഇതിൽ ഗുജറാത്ത് ലയൺസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സുരേഷ് റൈന. അതുപോലെ തന്നെ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ MS ധോണി. റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന്റെ അന്നത്തെ ഓണർ എന്ന് പറയുന്നത് സഞ്ജയ് ഗോയങ്കർ ആണ്. അതായത് ഇപ്പോഴത്തെ ലക്നൗ സൂപ്പർ ജയൻസിന്റെയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഓണറാണ്. നമുക്കറിയാം സാധാരണ ഈ ഒരു പൂനെ എന്ന് പറയുന്ന ടീമൊക്കെ എല്ലാ ലീഗിലും വൻ ദുരന്തമാണ്. നേരത്തെ തന്നെ വേറൊരു പൂനെ വാരിയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീം IPL ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ടീം പൂനെയും റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ്. എന്തായാലും ആദ്യത്തെ സീസൺ ആ ഒരു സെയിം കാര്യമാണ് സംഭവിച്ചത്. വൻ ദുരന്തമായി മാറി. ആദ്യത്തെ സീസണിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ MS ധോണി ആയിരുന്നു. വലിയ പ്രതീക്ഷകളോടെയായിരുന്നു അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കിയത്. ആദ്യത്തെ ഒരു മത്സരം മുംബൈ ഇന്ത്യൻസുമായിട്ട് ജയിച്ചതിന് ശേഷം ബാക്കിയുള്ള മത്സരങ്ങൾ, അതായത് കൂടുതൽ മത്സരങ്ങൾ അവർ പരാജയപ്പെടുകയായിരുന്നു. അന്ന് വളരെയധികം മികച്ച താരങ്ങളുള്ള ഒരു ടീമായിരുന്നു റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ്. MS ധോണി അല്ലാതെ സ്റ്റീവൻ സ്മിത്ത്, മിച്ചൽ മാഷ്, ആഡം സാംബ, അശ്വിൻ, RP സിംഗ് തുടങ്ങിയ വമ്പൻ നിരകൾ ആ ഒരു ടീമിന് പിന്നിലുണ്ടായിരുന്നു. സോ അത്രയും ശക്തമായ ഒരു ടീമിന്റെ ഭാഗത്ത് നിന്നാണ് MS ധോണി ക്യാപ്റ്റൻസി ചെയ്യുമ്പോൾ അത്ര മോശ പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചത്. ക്യാപ്റ്റൻസിയുടെ കാര്യം മാത്രമല്ല, ബാറ്റ് കൊണ്ടും ആ ഒരു സീസണിൽ MS ധോണിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആകെ അദ്ദേഹത്തിൻ്റെ മികച്ചൊരു പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതായത് അവസാന 6 ബോളിൽ 23 റൺസ് വേണം. അദ്ദേഹം അക്ഷർ പട്ടേലിൻ്റെ അവസാനത്തെ 4 ബോളും 6 അടിച്ചു. അത് നമ്മൾ ആരും മറക്കില്ല. സോ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻ ആയ സമയത്ത് MS ധോണിയുടെ ആകെ ഉണ്ടായിരുന്ന മികച്ച പെർഫോമൻസ് എന്ന് പറയുന്നത് അതായിരുന്നു. സോ അങ്ങനെ 2016 സീസണിൽ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന്. ഇനി 2017 സീസൺ കടന്നു വരികയാണ്. എല്ലാവരും വിചാരിച്ചിരുന്നത് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻ വീണ്ടും MS ധോണി തന്നെയായിരിക്കും എന്നാണ്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. അതായത് ഇനി റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിനെ ഈ ഒരു സീസണിൽ നയിക്കാൻ പോകുന്നത് സ്റ്റീവൻ സ്മിത്ത് ആയിരിക്കുമെന്ന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. 2 വേൾഡ് കപ്പ് വിജയിച്ച ക്യാപ്റ്റൻ, ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ച ക്യാപ്റ്റൻ, 3 വട്ടം CSK ചാമ്പ്യനാക്കിയ ഒരു വ്യക്തി, അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് സ്റ്റീവൻ സ്മിത്തിനെ ക്യാപ്റ്റൻ ആകുന്നത്. സോ ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും വലിയ കമ്പാരിസൺ നടത്താൻ തുടങ്ങി. സ്റ്റീവൻ സ്മിത്ത് എവിടെ കിടക്കുന്നു, MS ധോണി എവിടെ കിടക്കുന്നു, ആ ഒരു രീതിയിലേക്ക്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു. അത് സ്റ്റീവൻ സ്മിത്തിന് പ്രത്യേകിച്ച് വലിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും ക്യാപ്റ്റൻ്റെ ഭാഗത്ത്, അത് ക്യാപ്റ്റൻസി രീതിയിൽ നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ MS ധോണി എന്ന് പറയുന്നത് എത്രയോ വലിയ ക്യാപ്റ്റനാണ്. സോ ഈ ഒരു തീരുമാനത്തെ എല്ലാവരും എതിർത്തിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ടൊരു കാര്യമുണ്ട്, MS ധോണിക്ക് ബാറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതെന്ന്. പക്ഷേ സഞ്ജീവ് ഗോയങ്കർ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അത് ഞങ്ങൾ MS ധോണിയെ മാറ്റുകയാണ് ക്യാപ്റ്റൻസിയിൽ നിന്ന്, സ്റ്റീവൻ സ്മിത്തിനെ ക്യാപ്റ്റൻ ആക്കുകയാണെന്നാണ്. സോ പറഞ്ഞു കേട്ട റൂമറുകൾ പോലെ MS ധോണി മനഃപൂർവ്വം മാറിയതല്ല, അത് ഇതിന് ബാറ്റിങ്ങിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെൻറ്റ് മാറ്റിയത് തന്നെയാണ്. സോ അതിൻ്റെ പേരിൽ കുറേ അധികം പ്രശ്നങ്ങൾ അന്ന് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസും അതുപോലെ തന്നെ അതിൻ്റെ ഓണേഴ്സൊക്കെ നേരിടേണ്ടി വന്നു. അതായത് MS ധോണിയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതുകൊണ്ട്. സോ സ്റ്റീവൻ സ്മിത്ത് ക്യാപ്റ്റനായിട്ട് വരികയാണ്. ആദ്യത്തെ കളി റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് വിജയിക്കുന്നു. അടുത്ത 3 കളിയിലും അവർ പരാജയപ്പെടുകയാണ്. സോ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് വീണ്ടും പഴയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത കളിച്ച 8 മാച്ചിൽ നിന്നും അവർ 7 വിജയിക്കുകയാണ്. അത് മാത്രമല്ല ആ ഒരു സീസണിൽ അവർ ഫൈനൽ വരെ കയറുകയുണ്ട്. അന്ന് അവരുടെ ഫൈനലിലെ എതിരാളി എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസാണ്. മുംബൈ ഇന്ത്യൻസിനോട് ആ ഒരു മാച്ചിൽ 1 റണ്ണിന് പരാജയപ്പെടുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു മാച്ചിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് വിജയിക്കണമെന്ന് MS ധോണിയുടെ ആരാധകർക്ക് ആർക്കും തന്നെ താല്പര്യമില്ലായിരുന്നു. കാരണം അതിന് മുമ്പ് കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ആ ഒരു ഫൈനലൊക്കെ മുമ്പ് കുറച്ച് സംഭവങ്ങൾ നടന്നിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹർഷ് ഗോയങ്കെ, അദ്ദേഹം സഞ്ജയ് ഗോയങ്കർ, അതായത് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിൻ്റെ ഓണറിൻ്റെ സഹോദരനാണ്. അതായത് അദ്ദേഹം ചെയ്തൊരു ട്വീറ്റാണ് വൈറലാകുന്നത്. ആ ഒരു ട്വീറ്റ് എന്താണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സ്മിത്ത് പ്രൂവ്സ് ഹൂസ് ദ കിങ് ഓഫ് ദ ജംഗിൾ, ഓവർഷാഡോ ധോണി ടോട്ടലി, ക്യാപ്റ്റൻ സിന്നിക്സ് ഗ്രേറ്റ് മൂവ് ടു അപ്പോയിൻറ്റ് ഹിം ആസ് ക്യാപ്റ്റൻ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ധോണിക്കെതിരെയാണ് ഈ ഒരു ട്വീറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. എന്തായാലും ഈ ഒരു ട്വീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധോണിയുടെ ഭാര്യ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ആ ഒരു സമയത്ത്. അതുമാത്രമല്ല ഫാൻസും രംഗത്തേക്ക് ഇറങ്ങി അവർ ഈ ഒരു ട്വീറ്റ് വൻ വിവാദമാക്കുകയും ചെയ്തു. അതോടുകൂടി ഹർഷ് ഗോയങ്കയ്ക്ക് ഇത് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഇതൊക്കെ കൊണ്ട് തന്നെ MS ധോണി ആരാധകർക്ക് വരെ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് ആ ഒരു ഫൈനൽ വിജയിക്കരുതെന്നായിരുന്നു. സോ ഇനി എന്തുകൊണ്ടാണ് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻസിയിൽ നിന്ന് MS ധോണിയെ മാറ്റി സ്റ്റീവൻ സ്മിത്തിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? ഒരു സംഭവം എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടൊരു കാര്യം മാത്രമാണ്, 100% കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും നിങ്ങളോടത് എന്താണെന്ന് പങ്കുവെക്കാം. അതായത് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് പല മീറ്റിങ്ങുകളും വെക്കുമായിരുന്നു. ആ ഒരു മീറ്റിങ്ങിലെല്ലാം MS ധോണി ആബ്സെൻ്റ് ആയിരുന്നു. അവർ കൂടുതലായിട്ടും ബന്ധപ്പെടുന്നത് അരുൺ പാണ്ഡെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഏജൻറ്റിലൂടെയായിരുന്നു. കൂടാതെ MS ധോണി ആ ഒരു സമയത്ത് മൊബൈലൊക്കെ അധികം ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയും കൂടെ
അവസ്ഥയാണ്. ഇപ്പോഴും അദ്ദേഹം ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീറ്റിങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫീൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടീം മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ ഒരു ടീം മീറ്റിങ്ങിൽ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഫീൽഡ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ധോണി അങ്ങനെയല്ല. അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ടീം സെറ്റ് ചെയ്യുകയാണ്. സോ അത് മാനേജ്മെൻറ്റിന് ആ ഒരു സമയത്ത് അത്ര ഇഷ്ടമല്ലായിരുന്നു. കൂടാതെ ആ ഒരു സമയത്ത് റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2016 റിസൾട്ട് എന്താണെന്ന്. കൂടാതെ നെറ്റ് സെഷൻസിലൊന്നും ധോണി പങ്കെടുക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പെർഫോം ചെയ്യുന്ന താരങ്ങളൊന്നും അദ്ദേഹത്തിന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം ക്യാപ്റ്റനാണ് ടീം സെറ്റ് ചെയ്യുന്നത്. സോ അദ്ദേഹം ടീം സെറ്റ് ചെയ്യുമ്പോൾ പഴയ പ്ലേയേഴ്സിന് തന്നെയാണ് കൂടുതലിടുന്നത്. യങ്സ്റ്റേഴ്സിനൊന്നും അധികം അവസരങ്ങൾ കൊടുക്കാറില്ലായിരുന്നു. സോ അദ്ദേഹം നെറ്റ് സെക്ഷനിൽ വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ യങ്സ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാത്തതെന്ന് പലരും പറയുന്നുണ്ട്. അതായത് 2017 സീസണിൽ ആഡം സാംബ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് ആ ഒരു 2017 സീസണിൽ പെർഫോം ചെയ്തത്. അതുകൊണ്ടാണ് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് ഫൈനൽ വരെ എത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു താരം 2016 ഉണ്ടായിരുന്നു. പക്ഷേ ധോണി അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കില്ലായിരുന്നു. അതുമാത്രമല്ല സൗരവ് തിവാരി എന്ന് പറയുന്ന അൺഫിറ്റ് ആയിട്ടുള്ള താരത്തിന് MS ധോണി ആ ഒരു സീസണിൽ കൂടുതൽ അവസരങ്ങളും കൊടുക്കുമായിരുന്നു. അദ്ദേഹം ഒരു സീനിയർ പ്ലെയറാണ്. അത് സീനിയർ പ്ലേയേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. യങ് പ്ലേയേഴ്സിന് അവസരങ്ങൾ കുറവായിരുന്നു ധോണി ആ ഒരു സമയത്ത് കൊടുക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നെറ്റ് സെഷനിൽ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. സോ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിൻ്റെ മാനേജ്മെൻറ്റ് ആ ഒരു സീസണിൽ ധോണിയെ പുറത്താക്കിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു സീസണിൽ ധോണി ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത് ധോണി തന്നെയാണ്. അത് സ്റ്റീവൻ സ്മിത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് തനിക്ക് എന്തെങ്കിലും ഡിസിഷൻസ് തെറ്റുണ്ടായി എന്ന് തോന്നുമ്പോൾ പലപ്പോഴും താൻ ചെല്ലുന്നത് ധോണിയുടെ അടുത്തേക്കാണ്. കൂടാതെ രജത് ഭട്ടിയും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ധോണി ക്യാപ്റ്റൻ അല്ലെന്നേ ഉള്ളായിരുന്നു, പക്ഷേ അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതെന്ന്. പക്ഷേ ധോണിക്ക് ആ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം അദ്ദേഹം അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. സോ നമുക്കറിയാം ധോണി എങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് അത് അദ്ദേഹം ഫീൽഡിൽ കാണിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ക്യാപ്റ്റൻ അല്ലെന്നേ ഉള്ളൂ. ക്യാപ്റ്റൻസിയുടെ കൂടുതൽ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത്. അതായത് സ്റ്റീവൻ സ്മിത്ത് പറയുന്നതും അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റീവൻ സ്മിത്തിന് വേണ്ട സമയത്ത് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് എങ്ങനെ IPL നിന്ന് പോയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അതിനുള്ള തന്നെ നിങ്ങൾക്കും അറിയായിരിക്കും. അതായത് ചെന്നൈക്കും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടുവന്ന 2 ടീമുകളാണ് ഗുജറാത്ത് ലയൺസും അതുപോലെ തന്നെ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസും. സോ അവർ വന്നപ്പോൾ ഇവരെ അങ്ങ് മാറ്റി, അത്രയേ ഉള്ളൂ. സോ IPL-യുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലൈക്കും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.